മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്ന സൈക്കോപാത്താണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് കാലത്തെ ബോംബ് സ്ഫോടനം പിണറായി വിജയൻ ഓർക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് രണ്ടുപേരും സാക്ഷികളാണ്. മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം വിമർശിക്കുന്നു. കൊല്ലുക മാത്രമല്ല, മൃതദേഹം മറവ് ചെയ്യാൻ പോലും അനുവദിക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിഞ്ഞാണ് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ലക്ഷ്യം വെച്ചതെന്നും കെ സുധാകരൻ പറയുന്നു. എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും ഹൈഡോസും പോലുള്ള മറ്റു വാതകങ്ങളും പ്രയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഇന്നലത്തേതിന് സമാനമായി ഇന്നും മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ വിഷയത്തെ നിയമപരമായി നേരിടുക, ഒപ്പം രാഷ്ട്രീയമായി നേരിടുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. ഈ വിഷയം ഇനി എങ്ങനെ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്, ജയശങ്കർ? റിജിത്ത്, കഴിഞ്ഞ ദിവസം DGP ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടായ അതിക്രമത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉയർത്തിക്കാണിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് DGP ഓഫീസ് മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള യാത്ര സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 27-ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഒപ്പം ഈ അതിക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ കോടതി സമീപിക്കുമെന്നാണ് കെ സുധാകരൻ ഇന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഒപ്പം രക്തദാഹമുള്ള ഒരു സൈക്കോപാത്താണ്, രക്തം കണ്ട് ആനന്ദിക്കുന്ന ഒരു സൈക്കോപാത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം കൊലയാളി, അത്തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് കെ സുധാകരൻ ഉന്നയിക്കുന്നത്. ബ്രണ്ണൻ കോളേജിലെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കേണ്ടെന്നും പഴയ കഥകളും കെ സുധാകരൻ ഇതിനിടയിൽ പറഞ്ഞു. ഒപ്പം സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മൊത്തത്തിൽ താറുമാറാണ്, സംസ്ഥാനത്തെ പോലീസിനെ ഭരിക്കുന്നത് ശശിയാണെന്നും സുധാകരൻ വിമർശിക്കുന്നു. അപ്പോൾ ഇതിന്നെല്ലാം മനസ്സിലാക്കുന്നത് കൃത്യമായി പോലീസ് സംവിധാനം കുത്തഴിഞ്ഞു, അതിൻ്റെ ഭരണം പാർട്ടിയുടെ കയ്യിലാണ്. കൃത്യമായി പ്രവർത്തകരെ ആക്രമിക്കാനും മറ്റും CPMകാർ ഇറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ഇതിൽ ഒത്താശയോട് കൂടിയാണ്. ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയമായി കൃത്യമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയും അതേസമയം പാർലമെൻറ്റിലും നിയമസഭയിലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം MPമാരും MLAമാർക്കും എതിരെ ഉണ്ടായ അതിക്രമങ്ങൾ ഉയർത്തിക്കാട്ടി മുമ്പോട്ട് പോകുവാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം നിയമപരമായി കോടതിയെ സമീപിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നുമുണ്ട്. ഒപ്പം പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ മറ്റും KPCC ഉടൻ കോടതിയിലേക്ക് നീങ്ങും. അത്തരത്തിൽ രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ കൃത്യമായി പ്രതിരോധിച്ച് സർക്കാരിനെതിരെ കൂടുതൽ പ്രക്ഷോഭങ്ങൾ വ്യാപിപ്പിക്കാനാണ് KPCCയുടെ തീരുമാനം. ഇത് തന്നെയാണ് കെ സുധാകരൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത്. എന്തായാലും നവകേരള സദസ്സ് സമാപിച്ചെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ, കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ വരും ദിവസങ്ങളിലും തുടരുമെന്ന കൃത്യമായ സൂചനയാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.